ഡൽഹി സ്ഫോടനത്തിൽ വഴിത്തിരിവ് ചാവേറായത് ഡോക്ടർ ഉമർ നബി തന്നെയെന്ന് സ്ഥിരീകരണം ആയിരിക്കുകയാണ്. പൊട്ടിത്തെറിച്ച വാഹനത്തിലുണ്ടായിരുന്ന മൃതദേഹത്തിന്റെ DNA പരിശോധനാ ഫലം പുറത്ത്. ഉമറിന്റെ ഉമ്മയുടെയും സഹോദരിയുടെയും DNA ഫലവുമായി സാമ്യമെന്ന് സ്ഥിരീകരിച്ചു. അൽഫല സർവകലാശാല തീവ്രവാദികളുടെ വിളനിലമായിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഫരീദാബാദ് കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി എസ് നന്ദഗോപനുണ്ട് നമുക്കൊപ്പം. നന്ദൻ, വളരെ നിർണായകമായ വിവരങ്ങൾ പുറത്തുവരികയാണ്. ഒടുവിൽ DNA ഫലം വന്നിരിക്കുന്നു. അത് ഉമറിന്റേത് തന്നെയാണ്. ഉമറാണ് അവിടെ ചാവേറായത് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. എന്തൊക്കെ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് നന്ദൻ? DNA പരിശോധനാ ഫലത്തിലാണ് ഈ ഡോക്ടർ ഉമറാണ് ഈ ചെങ്കോട്ടയിൽ നടന്ന സ്ഫോടനത്തിൽ ചാവേറായത് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ഇത് ഈ ഉമറിൻ്റെ മാതാവിൻ്റെയും അതേപോലെ തന്നെ സഹോദരിയെയും DNA-യുമായി മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സംഭവം നടന്നതിന് പിന്നാലെ ഇരുവരെയും പോലീസ്, ജമ്മുകാശ്മീർ പോലീസും അതേപോലെ തന്നെ NIA-യും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടായിരുന്നു. ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു. ഇതിനിടയിലാണ് ഇവരുടെ DNA സാമ്പിളുകൾ ശേഖരിച്ചിരുന്നത്. തുടർന്നാണ് ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഉമറിൻ്റെ DNA സാമ്പിളുകളുമായി ഇത് ക്രോസ് മാച്ച് ചെയ്യുകയും കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട പരിശോധനാ ഫലം പുറത്തു വരികയും ചെയ്തു. ഉമർ തന്നെയാണ് ഈ മരണം അല്ലെങ്കിൽ ഈ ചാവേറായത് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. അതേസമയം അൽഫലാഖ് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പ്രധാനമായും പുരോഗമിക്കുന്നത്. ഈ അൽഫലാഖ് മെഡിക്കൽ കോളേജ് ജമാഅത്തെ അതേപോലെ തന്നെ മറ്റ് തീവ്രവാദ സംഘടനയും ജെയ്ഷ് മുഹമ്മദ് അടക്കമുള്ള മറ്റ് തീവ്രവാദ സംഘടനകളുടെയും ഒരു പ്രധാനപ്പെട്ട സ്പോട്ട് എന്ന നിലയിൽ, ഒരു പ്രധാന മൊഡ്യൂൾ എന്ന നിലയിലാണ് അവിടെ പ്രവർത്തിച്ചിരുന്നത്. പ്രത്യേകിച്ച് ഈ ഇവിടം കേന്ദ്രീകരിച്ച്, ഈ സർവകലാശാല കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ ഇത്തരത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ടിരുന്നു. ഈ സർവകലാശാലയ്ക്കുള്ളിൽ പലതവണയായി സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും മറ്റും ശേഖരിച്ചിരുന്നതായും പ്രധാനമായും അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിരുന്നു. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ഉമർ ഉപയോഗിച്ചിരുന്ന മറ്റൊരു വാഹനം കൂടി ഇന്നിപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. ഖണ്ടാവലി ഗ്രാമത്തിൽ, ഫരീദാബാദിന് സമീപമുള്ള ഖണ്ടാവലി ഗ്രാമത്തിലാണ് ഡൽഹി രജിസ്ട്രേഷനുള്ള ഒരു ചുമന്ന ഫോർഡ് എക്കോസ്പോർട്ട് വാഹനം കണ്ടെത്തിയിരിക്കുന്നത്. ഈ വാഹനവും സ്ഫോടനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കരുതി വെച്ചിരുന്നതായിരുന്നു എന്നുള്ളതാണ് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിരിക്കുന്നത്. NSC ആണ് ഇന്നലെ ഈ മേഖലയിൽ പരിശോധന നടത്തി ഈ വാഹനമടക്കം കണ്ടെത്തിയത്. NSCയുടെ ഡോഗ് സ്ക്വാഡ് ഇന്നലെ പ്രധാനമായും ഈ മേഖലകളിലൊക്കെ തന്നെ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുകയായിരുന്നു. ഇപ്പോഴും ഫരീദാബാദ് കേന്ദ്രീകരിച്ച് സമഗ്രമായ അന്വേഷണമാണ് തുടരുന്നത്. പ്രത്യേകിച്ച് ഈ സർവകലാശാലയിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ മൊഡ്യൂളിൻ്റെ ഭാഗമായി തന്നെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും 2 ഡോക്ടർമാർ കൂടി പ്രധാനികൾ എന്ന നിലയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെക്ക് കേന്ദ്ര ബിന്ദുക്കൾ എന്ന നിലയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഡോക്ടർമാരെയും കേന്ദ്രീകരിച്ചപ്പോൾ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഈ സർവകലാശാലയിൽ നിന്ന് ഇപ്പോൾ നിരവധി വിദ്യാർത്ഥികൾ അവരെ അവരെ കാണാനില്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും നിരീക്ഷിച്ചിരിക്കുന്നത്. ഇവർക്കെല്ലാം തന്നെ ഇതുമായി ഭീകരവാദ ബന്ധം ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായും അന്വേഷണ സംഘം വിലയിരുത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ സമാന്തരമായി ഈ റെഡ് ഫോർട്ട് കേന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ ഈ റെഡ് ഫോർട്ടിൽ നടന്ന ഒരു ഭീകരവാദ ആക്രമണം അല്ലെങ്കിൽ പൊട്ടിത്തെറിയുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ്. വേറെ ഏതെങ്കിലും തരത്തിൽ ഈ സ്ഫോടക വസ്തുക്കൾ ഈ ഡൽഹിയുടെ പല ഭാഗങ്ങളിലുണ്ടോ, അല്ലെങ്കിൽ ഡൽഹിക്ക് പുറത്ത് ഫരീദാബാദ് അടക്കമുള്ള സമീപ പ്രദേശങ്ങളിലുണ്ടോ എന്നുള്ളതും നിരീക്ഷിച്ചു വരികയാണ്. ഈ മൊഡ്യൂളിൻ്റെ ലക്ഷ്യം പ്രധാനമായും വലിയ ജനങ്ങൾ തടിച്ചുകൂടുന്ന കേന്ദ്രങ്ങളായിരുന്നു എന്നുള്ളതാണ്. ഇവർ ലക്ഷ്യമിട്ടിരുന്നത് ഈ ജനുവരിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ഡേ പരേഡ് ആയിരുന്നു എന്നുള്ള സൂചനകളും ഇത്തരത്തിൽ NSG സംഘത്തിനും അതേപോലെ തന്നെ കേസ് അന്വേഷിക്കുന്ന NIA-യ്ക്കും ഒപ്പം ഡൽഹി പോലീസിനുമുണ്ട് എന്നുള്ളതാണ്. ഈ ജനുവരി 26 നടക്കുന്ന റിപ്പബ്ലിക് ഡേ പരേഡിലേക്ക് ഈ വാഹനം ഇടിച്ചു കയറ്റി വലിയ സ്ഫോടനമായിരുന്നു ലക്ഷ്യമിട്ടിരുന്നതെന്ന അത്തരത്തിലുള്ള സൂചനകളാണ് പ്രധാനമായും വരുന്നത്. അതിനു മുന്നേ തന്നെ ഇവരുടെ ഈ നീക്കങ്ങൾ കൃത്യമായി തന്നെ പോലീസും അതേപോലെ തന്നെ കേന്ദ്രത്തിൻ്റെ വിവിധ ഏജൻസികളും തിരിച്ചറിഞ്ഞുകൊണ്ട് അത് നിഷ്ഫലമാക്കുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തുടർന്നാണ് ഇത്തരത്തിൽ താനും പിടിക്കപ്പെടുമെന്നുള്ള അവസരത്തിൽ, അല്ലെങ്കിൽ തൻ്റെ പക്കലിരിക്കുന്ന സ്ഫോടക വസ്തുക്കളും പോലീസ് കണ്ടുകെട്ടും അത് പിടിച്ചെടുക്കുമെന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉമർ പെട്ടെന്ന് തന്നെ ചാവേറാകാൻ തീരുമാനിച്ചത് എന്നുള്ളതാണ് പ്രധാനമായും ഈ അന്വേഷണ സംഘത്തിൻ്റെ ഒരു നിഗമനം മുന്നോട്ട് പോകുന്നത്. ഈ ഫരീദാബാദ് കൂടാതെ ലക്നൗ അടക്കമുള്ള ഉത്തർപ്രദേശിൻ്റെ വിവിധ മേഖലകളിലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പോലീസും അതേപോലെ തന്നെ മറ്റ് കേന്ദ്ര ഏജൻസികളും വ്യക്തമാക്കുന്നത്. അന്വേഷണം കാര്യമായി തന്നെ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. പ്രത്യേകിച്ച് ശാസ്ത്രീയ തെളിവുകളടക്കം ശേഖരിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, പെഹൽഗാം ഭീകരാക്രമണം നടന്നപ്പോൾ ഭാരതം ഇത്തരത്തിൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച് അതിന് പിന്നിലെ പാകിസ്ഥാൻ പങ്ക് കൃത്യമായി ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ബോധ്യപ്പെടുത്തുകയാണ്. സ്വാഭാവികമായും ഈ ഒരു സ്ഫോടനവും അതിൻ്റെ വേര്
വേരുകൾ നീളുന്നത് പാകിസ്ഥാനിലേക്കായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് പുൽവാമയിൽ ഇവർക്ക് ഈ ഡോക്ടർമാർക്കൊക്കെ ഈ സംഘടനയിലേക്ക് അല്ലെങ്കിൽ ഇത്തരം തീവ്രവാദ ബന്ധത്തിലേക്ക് അവരെ എത്തിച്ച ഒരു പ്രധാനപ്പെട്ട ഉമർ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. അയാൾ ഇപ്പോൾ ഒളിവിലാണ്. ഇയാളുടെ മൊബൈൽ രേഖകളും അതേപോലെ തന്നെ ടെലിഗ്രാം സന്ദേശങ്ങളും ഒക്കെ തന്നെ പരിശോധിച്ചപ്പോൾ അത് നീളുന്നത് പാകിസ്ഥാനിലേക്കാണ്. പാകിസ്ഥാനിലെ ഭീകര സംഘടനകളിലേക്കും അവിടുത്തെ നേതൃത്വവുമായി ഒക്കെയാണ് അത്തരം സംഭാഷണങ്ങളും മറ്റും നീങ്ങുന്നത്. സ്വാഭാവികമായും ഈ സംഭവത്തിന് പിന്നിലും ഈ ചെങ്കോട്ട ആക്രമണത്തിന് പിന്നിലും അല്ലെങ്കിൽ ചെങ്കോട്ടയിൽ നടന്ന ചാവേർ ആക്രമണത്തിന് പിന്നിലും പാകിസ്ഥാൻ്റെ പങ്ക് കൃത്യമാണ് എന്നുള്ള കാര്യത്തിൽ ഭാരതത്തിന് തർക്കമില്ല. എന്നാൽ അത് ലോകരാഷ്ട്രങ്ങളോട് വിളിച്ചു പറയണം. നേരത്തെ തന്നെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയും അതേപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയും ഒപ്പം തന്നെ പ്രതിരോധ മന്ത്രിയും വ്യക്തമാക്കിയത് ആരാണോ ഈ ഇത് ചെയ്തത് അവർക്ക് തക്കതായ മറുപടി നൽകും, തക്കതായ ശിക്ഷ നൽകും എന്നുള്ളതാണ്. നമുക്കറിയാം പെഹൽഗാമിന് പിന്നാലെയാണ് അല്ലെങ്കിൽ പെഹൽഗാമിൽ ഭീകരവാദികൾ സാധാരണക്കാരെ വെടിയുതിർത്ത് കൊന്നതിന് പിന്നാലെയാണ് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ച് പാകിസ്ഥാനിലുണ്ടായിരുന്ന മുഴുവൻ ഭീകരവാദ കേന്ദ്രങ്ങളും ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി ഭാരതത്തിൻ്റെ സേനാ വിഭാഗങ്ങൾ തകർത്തെറിഞ്ഞത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്വാഭാവികമായും വീണ്ടും ഒരു തിരിച്ചടി പാകിസ്ഥാൻ അത് പ്രതീക്ഷിക്കുന്നു. ഇത്തരം ഭീകരവാദ സംഘടനകളുടെ ആസ്ഥാനമായിരുന്നുവെന്ന് ഭാരതം ലക്ഷ്യമിട്ടിരുന്നത്. ആ ലക്ഷ്യം ഭാരതം നിറവേറ്റുകയും ചെയ്തു. സ്വാഭാവികമായും അതിനുള്ള വൈരാഗ്യം ഇത്തരത്തിലുള്ള ജെയ്ഷ് ഇ മുഹമ്മദ് അടക്കമുള്ള തീവ്രവാദ സംഘടനകൾക്കുണ്ട്. ജെയ്ഷ് ഇ മുഹമ്മദിൻ്റെ ആസ്ഥാനമടക്കമാണ് അന്ന് ഈ ഓപ്പറേഷൻ സിന്ദൂറിനിടെ തകർത്തെറിയപ്പെട്ടത് എന്നുള്ളതാണ്. അതിൻ്റെ പ്രതികാരം അതുതന്നെയാണ് ജെയ്ഷ് മുഹമ്മദിനെ ഇത്തരത്തിലൊരു ഭീകരാക്രമണത്തിലേക്ക് എത്തിച്ചത് അല്ലെങ്കിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടത് എന്നുള്ളതാണ് പ്രധാനമായും അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പാകിസ്ഥാൻ്റെ പങ്ക് തെളിയിക്കാൻ ഉതകുന്ന രീതിയിലുള്ള തെളിവുകളും മറ്റും ശേഖരിക്കേണ്ടതിൻ്റെ അനിവാര്യമുള്ളതിനാൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കാത്തത്. അതേസമയം സമീപ ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ അന്വേഷണം അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ വിവിധ സൂചനകൾ അല്ലെങ്കിൽ പാകിസ്ഥാനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സൂചനകളൊക്കെ തന്നെ പുറത്തു വരുമെന്നുള്ളത് വേണം അനുമാനിക്കാൻ. നദൻ, അതോടൊപ്പം തന്നെ നദൻ സൂചിപ്പിച്ചതുപോലെ ഈ അൽഫല സർവകലാശാല ഭീകരരുടെ വിള നിലമാണ് എന്ന് അന്വേഷണത്തിൽ തന്നെ ഇതിനോടകം വ്യക്തമായ കാര്യമാണ്. ഈ ഒരു അൽഫല സർവകലാശാല കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം. ഒപ്പം തന്നെ ഇന്ന് നമുക്ക് ലഭിക്കുന്ന മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് അനന്ത്നാഗ് സ്വദേശിയായ ഒരു ഡോക്ടറെ കൂടി കാൺപൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് അന്വേഷണം മറ്റൊരു ഘട്ടത്തിലേക്ക് പോകുന്നു, കൂടുതൽ പേരിലേക്ക് വ്യാപിക്കുന്നു. ജമ്മു കശ്മീരിൽ വ്യാപകമായ റെയ്ഡ് കഴിഞ്ഞ ദിവസവും നടന്നിരുന്നു, അത് തുടരുന്നു എന്നുള്ളതാണ് അല്ലേ. അതായത് അന്വേഷണം മറ്റൊരു തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ അന്വേഷണം ഏത് രീതിയിൽ പോകുന്നു എന്ന് നമുക്ക് പറയാൻ പോലും സാധിക്കില്ല എന്നുള്ളതാണ്. കൃത്യമായി വിവരങ്ങൾ നമുക്ക് ലഭിച്ചാൽ പോലും അത് പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്നതല്ല. എങ്കിൽ പോലും അന്വേഷണം മറ്റൊരു തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. രഹി, അൽഫലാഖ് മെഡിക്കൽ കോളേജ് ഈ തീവ്രവാദ സംഘടനകളുടെ അത് നിരോധിത തീവ്രവാദ സംഘടനകളുടെയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു മൊഡ്യൂളായി അല്ലെങ്കിൽ കേന്ദ്ര ബിന്ദുവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിൽ നിന്നുമുള്ള നിരവധി പേർ ഈ സർവകലാശാലയിൽ ഈ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. അവർ ഈ ഭൂരിഭാഗവും ആൾക്കാർക്കും ഇത്തരത്തിലുള്ള തീവ്രവാദ ബന്ധങ്ങൾ അവരിൽ എത്തിയതിന് ശേഷമാണ് അവർ ഈ മെഡിക്കൽ കോളേജിലേക്ക് പഠിക്കാനെത്തിയതും. പിന്നീട് ഈ മെഡിക്കൽ കോളേജിൽ എത്തിയതിന് ശേഷം ഇവരെല്ലാം സംഘടിതരായി രാജ്യത്തിനെതിരെ കൃത്യമായ നീക്കങ്ങൾ നടത്തുകയായിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് ബോധ്യമായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ കോളേജിൻ്റെ അധികൃതർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നുള്ളത് പ്രധാനമായും അന്വേഷിക്കുന്നുണ്ടോ. അതേപോലെ തന്നെ ഇവിടുത്തെ അധ്യാപകർ കൂടുതൽ വിദ്യാർത്ഥികളെ ഇവിടെ പഠിക്കുന്ന കൂടുതൽ വിദ്യാർത്ഥികളെ ഏതെങ്കിലും തരത്തിൽ ബ്രെയിൻ വാഷ് ചെയ്ത് ഇത്തരത്തിലുള്ള ഭീകരവാദ സംഘടനകളിലേക്ക് എത്തിച്ചിട്ടുണ്ടോ എന്നുള്ളതും പ്രധാനമായും അന്വേഷിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ കോളേജിലും അതേപോലെ തന്നെ കോളേജിൻ്റെ മറ്റ് പ്രൊമൈസിസിലും ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പ്രധാനികളായിട്ടുള്ള വീടുകളിലുമൊക്കെ തന്നെ NIAയും അതേപോലെ തന്നെ NSG സംഘവും കൃത്യമായി പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിൽ ചില സൂചനകളും മറ്റും ലഭ്യമായിട്ടുണ്ട്, ചില നിർണായക രേഖകളും മറ്റും ലഭ്യമായിട്ടുണ്ട്. മാത്രമല്ല നിരവധി തവണ കോളേജിൽ സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും ഒക്കെ തന്നെ സൂക്ഷിച്ചിരുന്നു എന്നുള്ളതും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ കോളേജിൽ തന്നെ ആയിരുന്നു ഈ 2900 കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് സൂക്ഷിച്ചിരുന്നത്. അതേപോലെ തന്നെ ഈ ചെങ്കോട്ടയ്ക്ക് മുന്നിൽ സ്ഫോടനം നടത്തിയ ഈ ഉമർ
ഉമറിൻ്റെ കൈവശമിരുന്ന ഇത്തരം സ്ഫോടക വസ്തുക്കളും സൂക്ഷിച്ചിരുന്നത് ഈ മെഡിക്കൽ കോളേജിലായിരുന്നു എന്നുള്ളതും പ്രധാനമായും കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് അൽഫലാഖ് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് ആ സ്വകാര്യ സർവകലാശാല കേന്ദ്രീകരിച്ച് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇതിപ്പോൾ രാഖി സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഡോക്ടറല്ല 2 ഡോക്ടർമാർ കസ്റ്റഡിയിലുണ്ട് എന്നുള്ള വിവരങ്ങളാണ്. അതേസമയം അവരുടെ അറസ്റ്റ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. 2 ഡോക്ടർമാരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. ഇവരും ജമ്മു കാശ്മീർ സ്വദേശികളാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇവരെ ലക്നൌവിൽ നിന്നുമാണ് പിടികൂടിയതെന്നും ഇപ്പോൾ സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. ഈ അന്വേഷണം കൃത്യമായി തന്നെ മുന്നോട്ട് പോകുമ്പോഴും അന്വേഷണത്തിൻ്റെ വിവരങ്ങൾ കാര്യമായി ഈ അന്വേഷണ സംഘം പുറത്തുവിടുന്നില്ല എന്നുള്ളതാണ്. ഈ ഭീകരവാദികൾ സ്വാഭാവികമായും വാർത്താ ചാനലുകളും അതേപോലെ തന്നെ മറ്റ് സന്ദേശങ്ങളുമൊക്കെ തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം വാർത്തകളോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു രേഖാചിത്രം അല്ലെങ്കിൽ നേർരേഖയോ തന്നു കഴിഞ്ഞാൽ അത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് അന്വേഷണ സംഘത്തിന് കൃത്യമായി ബോധ്യപ്പെടുന്ന പക്ഷമാണ് ഇത്തരത്തിൽ ഇത്തരം കസ്റ്റഡികളോ അല്ലെങ്കിൽ അറസ്റ്റോ കൂടുതൽ. കഴിഞ്ഞ ദിവസം സുരക്ഷാ കാര്യ സമിതി യോഗം ചെയ്തിരുന്നു. മന്ത്രിസഭ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയതാണ് ഈ വിഷയത്തിൽ. ഭീകരരോട് വിട്ടുവീഴ്ചയിൽ അത് നമ്മുടെ കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. ഇനി ഇത്തരത്തിലൊരു ആക്രമണത്തിന് മുതിർന്നാൽ ഭാരതത്തിന്റെ മെക്കിട്ട് കയറാനാണ് എങ്കിൽ പാകിസ്ഥാൻ എന്നുള്ളൊരു രാജ്യം ഈ ഭൂമുഖത്തെ ഉണ്ടാകില്ല എന്ന മുന്നറിയിപ്പ് നൽകിയതാണ്. പക്ഷെ അതുകൊണ്ടൊന്നും അവർ പഠിച്ചില്ല എന്നതാണ് ഇപ്പോൾ ഉണ്ടാകുന്ന സംഭവവികാസങ്ങൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിരുന്നു. സുരക്ഷാകാര്യ സമിതിയിലെ യോഗ തീരുമാനങ്ങൾ അറിയിച്ചതാണ്. ഭീകരരോട് വിട്ടുവീഴ്ചയില്ല, ഇരകൾക്ക് നീതി ഉറപ്പാക്കും, കൃത്യമായ ഒരു തിരിച്ചടി മടക്കുന്നില്ലേ നന്ദൻ? എത്രയും വേഗം പാകിസ്ഥാൻ ഓടി ഒളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ഒരു സാഹചര്യത്തിലേക്ക് തന്നെയല്ലേ കാര്യങ്ങൾ നീങ്ങുന്നത്? ഭാരതത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഭാരതത്തിൻ്റെ ഉള്ളിലേക്ക്, രാഷ്ട്രത്തിനുള്ളിലേക്ക് കടന്നു വന്നുകൊണ്ട് ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അവസാനിപ്പിക്കണമെന്ന് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി പലതവണ താക്കീത് നൽകിയതാണ്. കൃത്യമായ മറുപടിയും അതിന് നൽകിയതാണ്. ഓപ്പറേഷൻ സിന്ദൂർ ആയിരുന്നു അതിന് ഏറ്റവും മകുടോദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. പെഹൽഗാമിൽ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളുടെ സിന്ദൂരം മായിച്ചപ്പോൾ ഭാരതത്തിൻ്റെ 3 സൈനിക വിഭാഗങ്ങളും ചേർന്നുകൊണ്ട് പാകിസ്ഥാന് കൃത്യമായ മറുപടി നൽകി. അതും പാകിസ്ഥാൻ്റെ സാധാരണക്കാരെയോ പാകിസ്ഥാൻ്റെ ആർമിയെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സേനയോ പാകിസ്ഥാൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് സാധാരണക്കാർക്ക് തിരിച്ചടിയാകുന്ന രീതിയിലുള്ള ഒരു സ്ഥലങ്ങളും ഭാരതം ലക്ഷ്യം വെച്ചിരുന്നിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മറിച്ച് ഈ ഭീകരവാദ കേന്ദ്രങ്ങൾ, ജെയ്ഷെ ഇ മുഹമ്മദ് അടക്കമുള്ള ലഷ്കർ ഇ തോയ്ബ അടക്കമുള്ള ഭീകരവാദ സംഘടനകളുടെ കേന്ദ്രങ്ങളും ഇവരുടെ ടെറർ മൊഡ്യൂൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളും ഒപ്പം തന്നെ ടെററിസ്റ്റ് ലോഞ്ചിങ് പാഡ്, അതായത് ഭാരതത്തിൻ്റെ അതിർത്തികളിലായി ചേർന്നുകൊണ്ട് ഈ പരിശീലിപ്പിച്ച ഭീകരരെ ഈ ഭാരതത്തിലേക്ക് നുഴഞ്ഞു കയറുവാൻ വേണ്ടി സംഘടിപ്പിച്ച് നിർത്തിയിരിക്കുന്ന സ്ഥലം, ഇങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളായിരുന്നു ഭാരതം ലക്ഷ്യം വെച്ചിരുന്നത് എന്നുള്ളതായിരുന്നു. പക്ഷേ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഭാരതത്തിലെ സാധാരണക്കാരെ, ജനജീവിതത്തെ ബാധിക്കുന്ന രീതിയിലുള്ള ആക്രമണം തിരിച്ചുണ്ടായപ്പോൾ ഭാരതം തിരിച്ചും അടിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മറിച്ച് അത് അവിടുത്തെ സാധാരണക്കാരെ, പാകിസ്ഥാനിലെ സാധാരണക്കാരെ ലക്ഷ്യമിട്ടിരുന്നില്ല. പാകിസ്ഥാൻ്റെ വ്യോമ താവളങ്ങൾ അടക്കമായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത്. ഒടുവിൽ പാകിസ്ഥാൻ മുട്ടുമടക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആയുധം താഴെ വെക്കണമെന്ന് അല്ലെങ്കിൽ അത്തരം അഭ്യർത്ഥനയുമായി ഭാരതത്തിന് മുന്നിലേക്ക് പാകിസ്ഥാൻ മുന്നോട്ട് വരികയായിരുന്നു. ഭാരതത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരെ, പാകിസ്ഥാൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഫോണിൽ ബന്ധപ്പെടുകയും ഇതുമായി ബന്ധപ്പെട്ട് ഭാരതം ആയുധം താഴെ വെക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. മറിച്ച് ഭാരതം തിരിച്ചു നൽകിയ സന്ദേശം എന്നുള്ളത് പാകിസ്ഥാൻ ഭീകരവാദം അവസാനിപ്പിക്കുന്നതുവരെ ഓപ്പറേഷൻ സിന്ദൂർ തുടരുമെന്നുള്ളതാണ്. ഓപ്പറേഷൻ സിന്ദൂർ താൽക്കാലികമായി അല്ലെങ്കിൽ താൽക്കാലിക വിരാമം മാത്രമാണ് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായിരിക്കുന്നത്. മറിച്ച് വീണ്ടും ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് കടന്നു വന്ന ഇവിടെ ചോരയുതിർക്കുവാനാണ് ഉദ്ദേശമെങ്കിൽ ഭാരതം കർശനമായി തിരിച്ചടിക്കും. കർശന സന്ദേശം കൃത്യമായ മുന്നറിയിപ്പ് നൽകിയതാണ്. പക്ഷെ അതുകൊണ്ടൊന്നും പാകിസ്ഥാൻ പഠിച്ചില്ല എന്നാണ് എങ്കിൽ തീർച്ചയായും മറ്റൊരു തിരിച്ചടിക്ക് ഭാരതം ഒരുങ്ങുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഡൽഹി ഭീകരാക്രമണത്തിൽ ചാവേറായത് ഡോക്ടർ ഉമർ നബി എന്ന സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. പൊട്ടിത്തെറിച്ച വാഹനത്തിലുണ്ടായിരുന്ന മൃതദേഹത്തിന്റെ DNA പരിശോധനാ ഫലം ഉമറിൻ്റെതാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. ഉമറിന്റെ കുടുംബത്തിന്റെ DNA ഫലവുമായി സാമ്യമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ ഡോക്ടർമാരിലേക്ക് കൂടി അന്വേഷണം വ്യാപിക്കുന്നു. പലരും അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണ് എന്നുള്ളതാണ്. നമുക്ക് ഈ വാർത്തയുടെ കൂടുതൽ അപ്ഡേറ്റ്സ് പരിശോധിക്കേണ്ടതുണ്ട്. വരും മണിക്കൂറിൽ നോക്കാം. എസ് നന്ദഗോപനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.